നമ്മുടെ ഭരണഘടന പൗരന്മാരുടെ വഴികാട്ടിയാണെന്നും അതിൻ്റെ ആമുഖം അടുത്ത റിപ്പബ്ലിക് ഡേയിൽ, അതായത് 2025 ജനുവരി 26-ന് എല്ലാവരും വായിക്കുന്ന രീതിയിലാകണം എന്നും എല്ലാ പൗരന്മാരും വായിക്കുന്ന രീതിയിലാകണമെന്നും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മൻ കി ബാത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ 2024 അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞു. നല്ലൊരു കാര്യമാണ്. ഏതായാലും ഇത് BJPയുടെ ഭാഗത്തുണ്ടായ ഒരു വലിയ വ്യതിയാനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. മുമ്പ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ശരിയായ ഭരണഘടനയല്ല എന്ന് കണക്കാക്കുന്ന ഒരു വിഭാഗം, അതിൽ വളരെ പ്രബലമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് മനുസ്മൃതിയാണ് ഭരണഘടനയ്ക്ക് പകരം എന്നുള്ള രീതിയിൽ വരെ പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നേരത്തെ ബീഹാർ ഗവർണറായിട്ടിരുന്ന് പോയ ഒരു സ്ത്രീരത്നം, അവർ ഈ വിമാനം കണ്ടുപിടിച്ചെന്ന് പറയുന്നത് റൈറ്റ് ബ്രദേഴ്സ് അല്ല, നേരെ മറിച്ച് വേറെ മഹർഷിയാണ് എന്നുള്ളത് അവർ ഒരു കണ്ടുപിടുത്തമാണ്, പുതുതായിട്ട് കണ്ടുപിടിച്ചു. ഇത് വേറെ അതുപോലെ വളരെ വ്യത്യാസമുള്ള ചില കാര്യങ്ങളുണ്ടായി കേട്ടോ. ഈ പശു പുറത്തേക്ക് വിടുന്നത് ഓക്സിജനാണ് എന്നും ഒക്കെ ഇതുപോലുള്ള രീതിയിലും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ വലിയ കണ്ടുപിടുത്തങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം ഇല്ലാതാകേണ്ടതാണ്. പക്ഷേ അതിപ്പോഴും ഇല്ലാതാകുന്നില്ല. അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ആ രീതിയിലേക്ക് പോവുകയാണ് എല്ലാവരും ദൈവങ്ങളുടെയൊക്കെ പുറകെ നടക്കുകയാണ്. അപ്പോൾ അത് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസം ഒരിക്കലും ആകരുത്. ആ രീതിയിലേക്ക് പോകരുത്. അന്ധവിശ്വാസം അന്ധകാരത്തിലേക്ക് നയിക്കുള്ളൂ. പണ്ട് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞതാണ്, അത് ഓർക്കണം എല്ലാവരും. നമ്മുടെ ഈ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞതാണ്. അതിൻ്റെ കാരണം ഇത്രത്തോളം അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങളും നിലവിലിരിക്കുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെയാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഇതേപോലെ ഈ തലയിലൊന്നുമില്ലാത്ത ആളുകളെ ആണ് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ നിയമിച്ചൊക്കെ വെക്കുന്നത്. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് തികച്ചും സ്വാഗതാർഹമാണ്. കാരണം ഒരാൾ ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിനകത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സുപ്രീം കോടതി പോയി. എന്താണെന്നറിയോ? അതിൽ സെക്യുലറിസം, മതേതരത്വം, അതുപോലെ തന്നെ സോഷ്യലിസം, ഇത് രണ്ടും വന്നത് 42ാം ഭേദഗതിയിലൂടെയാണ്, 42nd അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഇതിന് വിലയില്ലെന്നും അത് പാർലമെൻറ്റ് ശരിയായ രീതിയിലുള്ള സമയത്തല്ല അത് പാസ്സാക്കിയെന്നും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പീരീഡിൽ പാസ്സാക്കിയത് കൊണ്ട് യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ല എന്നും അതിന് വിലയില്ല എന്നും ഒക്കെ പറഞ്ഞ് സുപ്രീം കോടതി തർക്കിച്ചു. സുപ്രീം കോടതി ആ തർക്കമൊന്നും ഏറ്റെടുത്തില്ല. പറഞ്ഞു നമ്മുടെ ഭരണഘടനയുടെ ആശയങ്ങളിൽപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ് ഈ മതേതരത്വം, അതായത് മതനിരപേക്ഷത എന്നും സെക്യുലറിസം എന്നും അതേപോലെ സോഷ്യലിസം എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. ഈ അടുത്ത സമയത്താണ്. ഏതായാലും അതോടുകൂടി ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഇനി ഏതായാലും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ വിധി ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസ്താവനയിലൂടെ വന്നത്. അതാണ് വേണ്ടതും. അപ്പം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം, ജുഡീഷ്യറി, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യറി വരുമ്പോൾ അതൊരു കറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കണം, ഒരു കറക്ഷനായിട്ട് എടുക്കണം. അദ്ദേഹം അതിന് തയ്യാറായത് വളരെ നല്ലതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഇതേപോലെ ഇതിനെ ചലഞ്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി ആ ചലഞ്ച് ഒന്നും ഏറ്റെടുക്കാതെ സുപ്രീം കോടതി പറഞ്ഞു അത് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തയിൽ പെടുന്നതാണ്, അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്നതാണ്. അത് ഇതിനകത്ത് ആമുഖത്തിൽ വന്നില്ലെങ്കിൽ പോലും ഭരണഘടനയ്ക്കകത്തുണ്ട്. പിന്നെ അത് ആമുഖത്തിൽ എഴുതി ചേർക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല അത് എഴുതി ചേർക്കാനുള്ള എല്ലാ അധികാരങ്ങളും പാർലമെന്റിനുണ്ട് എന്ന് കണ്ടു. അതിനെ ആദരിക്കുന്ന ഒരു വാചകമാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത്. വളരെ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഇതിൻ്റെ ആമുഖം വായിച്ചുകൊണ്ടൊന്നും കാര്യമായില്ല. ഈ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങളുണ്ടല്ലോ, മൗലിക അവകാശങ്ങൾ, അത് പൗരന്മാർക്കൊക്കെ കൊടുക്കണം. ഇപ്പം റൈറ്റ് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയുടെ ഏത് ഭാഗത്തും
സഞ്ചരിക്കാനുള്ള ഒരു അവകാശം ഇന്ത്യൻ പൗരനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽ പെടുന്നതാണ്, റൈറ്റ് ടു മൂവ്. ഇത് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടോ? ഒരാൾ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു മാധ്യമ പ്രവർത്തകൻ യു പിയിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയി. അയാളെ പിടിച്ച് അകത്തിട്ടു. 4 വർഷമാണ് അയാൾ അകത്ത് കിടന്നത് കേട്ടോ. 4 വർഷം. എവിടെ ഈ അവകാശം ഒക്കെ ഉള്ളത്? അപ്പൊ ഇത് വായിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇത് വായിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഈ അവകാശങ്ങൾ, ഇങ്ങനെയുള്ള അവകാശങ്ങൾ പൗരന്മാർക്ക് കൊടുക്കാൻ തയ്യാറാകണം. എന്താ, യു പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ലേ? യു പിയിൽ പോകാൻ പാടില്ലേ? യു പി ആദ്യം ഭരിക്കുന്നു, മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് യു പിയിലേക്ക് ഒരു മുസ്ലിമിന് കടന്നു പോകാൻ പാടില്ലേ? അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, വികലമായ ഈ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. പൗരന്മാർക്കുള്ള മൗലിക അവകാശങ്ങൾ ആദ്യം അത് കൊടുക്കാനും കൂടെ തയ്യാറാവണം സർക്കാർ. റൈറ്റ് ടു ലൈഫ്, അതിനകത്തൊക്കെ പെടുന്നതാണ് എല്ലാം. പക്ഷേ അതിവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ എന്താ ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം എനിക്ക് വേണം. അതില്ലാതാവുമ്പോഴോ, വേറെ ആളുകൾ പറയുമ്പോഴോ എനിക്ക് അവകാശമുണ്ടോ? അതുപോലെ എനിക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം, ശുദ്ധജലം കുടിക്കാനുള്ള അവകാശം, വളരെ നല്ല ഒരു പരിസ്ഥിതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം, ഇതെല്ലാം വേണ്ട എനിക്ക്. അതൊന്നും ഇല്ലാതാവുമ്പോഴോ എവിടെ പിന്നെ മൗലിക അവകാശങ്ങൾ? അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഇത് കൊടുക്കാനും കൂടെ സർക്കാരുകൾ തയ്യാറാവണം. അതാ സംസ്ഥാന സർക്കാരായാലും അതുപോലെ കേന്ദ്ര സർക്കാരായാലും അവരോട് തയ്യാറാവണം. ഇതൊക്കെ ഈ പൗരന്മാർക്ക് ഇത് കൊടുക്കാനൂടെ ഒന്ന് തയ്യാറാവണം, ഈ അവകാശങ്ങളെല്ലാം. ഇപ്പം നമ്മുടെ കൽബുറാഗി, ഗൗരി ലങ്കേഷ്, ദാഭോൽക്കർ ഇവരുടെയൊക്കെ അന്ത്യം നമുക്കറിയാമല്ലോ. എന്താ കാരണം? മറ്റാളുകൾ തീരുമാനിക്കുന്നു ഇവരെന്ത് പറയണം, അതുപോലെ ഇവരെന്ത് ചിന്തിക്കണം, ഇവരെന്ത് എഴുതണം എന്നുള്ളതും അന്യ ആളുകൾ തീരുമാനിക്കാൻ പോവുക. പിന്നെ എനിക്ക് എവിടെ ഫ്രീഡം ഉള്ളത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എനിക്ക് എവിടെ ഉണ്ട്? എൻ്റെ പ്രൈവസിയിൽ ഇൻട്രൂഡ് ചെയ്യുകയാണ്, എന്നെ ക്യാമറ കണ്ണിനകത്ത് വെക്കുകയാണ് എപ്പോഴും. ആ റൈറ്റ് ടു പ്രൈവസി എനിക്കില്ല. അതായി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർക്കെങ്കിലും ഉണ്ടോ? കാരണം ഞാൻ എന്ത് എഴുതണം, ഞാൻ എന്ത് പറയണം എന്ന് അന്യ ആളുകൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് കൂടാതെ വേറെ കാര്യമുള്ളത്, ഞാൻ എന്ത് ചിന്തിക്കണം എന്നും കൂടെ അവർ പറയുന്നു. ഇനി ഞാൻ ഭയക്കുന്നത് ഞാൻ എന്ത് സ്വപ്നം കാണണം എന്നും കൂടെ അന്യ ആളുകൾ തീരുമാനിക്കും എന്നുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ സംശയിക്കുന്നത്. അങ്ങനെയൊന്നും ആകരുത്. നമുക്ക് എല്ലാ പൗരന്മാർക്കും ഭരണഘടന കൊടുത്തേക്കുന്ന അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ കൊടുക്കണം. അതോടൊപ്പം ഭരണഘടന കൊടുത്തേക്കുന്ന മൗലികമായ ബാധ്യതകളുമുണ്ട്, അതും കൂടെ എല്ലാ പൗരന്മാരും നിറവേറ്റണം. അതാ വേണ്ടത്. ആരെയും ശല്യം ചെയ്യാൻ പോകരുത്, ആരും ആരുടെ മേലിൽ കുതിര കയറാൻ പോകരുത്. രാഷ്ട്രീയം വളർത്തുന്നത് കൊലപാതകങ്ങളിലൂടെ അല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതില്ലാത്തിടത്തോളം കാലം എങ്ങനെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നമുക്കുണ്ടാകുന്നത്? പക്ഷേ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന തികച്ചും സ്വാഗതാർഹമാണ്. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും വളരെ വിലയുള്ള ഒരു പ്രസ്താവനയാണത്.